എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അമ്മ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ ഉച്ചയ്ക്കൊരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് പിറ്റേ ദിവസത്തെ വിശേഷം നാളത്തെ വിശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതിയും കൂടെ മുറിക്കകത്ത് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്യാണ്, തന്റെ ഫോൺ എടുത്ത് തന്റെ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ സുധിനെ കാണിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ സുധി പറഞ്ഞു, കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലേ ഫോട്ടോസൊക്കെ കാണാനായിട്ട്, ചെറുതിലെ കാണാൻ നല്ല സുന്ദരിയായിരുന്നല്ലേ എന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ ഞാൻ ഇപ്പൊ സുന്ദരിയല്ലേ? ഇപ്പോഴും സുന്ദരിയാന്ന് പറയണ. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടാൻ പറഞ്ഞു, ഇത് കൊള്ളാം, ഇത് സൂപ്പർ ആയിട്ടുണ്ട്, ഈ ഡ്രസ്സ് ഇട്ട് കാണാൻ നല്ല ഭംഗിയാ, ഇപ്പോഴും ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അതെ, വേണ്ട അങ്ങനെ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയാം. അതെന്താ, ഈ ഡ്രസ്സ് ഇട്ടാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറയാം. പിന്നെ പോടാന്ന് അവിടുന്ന്, ഇത് ചെറുതിലെ ഫോട്ടോസ് അല്ലേ, ചെറുതിൽ അത്ര ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഈ വലുതായ സമയത്ത് ആ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുമോ? ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഈ സമയത്ത് ശ്രുതി എന്ത് വേണം, ശ്രുതിയുടെ കൈ കിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് പോകാന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക. ഈ സമയം രേവതി അടുക്കളയെന്ന് അങ്ങോട്ട് വരുന്നേ. രേവതി നോക്കിയപ്പോ കഥ തുറന്നു കിടപ്പുണ്ട്. ശ്രുതി ഇങ്ങനെ സല്ലപിച്ചോണ്ടിരിക്കുന്നുണ്ട്. രേവതി ഒരു നിമിഷം ഒന്ന് നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി തനിക്ക് ഇന്നും ഒരു ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, രേവതിക്ക് അവരോട് അസൂയ തോന്നുക അങ്ങനെ ഒന്നും തോന്നിയില്ല. നന്നായിട്ട് ജീവിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത മാത്രമേ രേവതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. രേവതി ഒന്ന് നോക്കി ചിരിച്ചിട്ട് രേവതി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നേ. ചന്ദ്രമതി കണ്ട് ഈ കാഴ്ച. അകത്ത് ശ്രുതിയും കൂടെ അകത്തിരുന്ന് സല്ലപിച്ചോണ്ടിരിക്കുന്നെ. രേവതി വന്ന് നോക്കിയിട്ട് പോന്നേ. പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് മാറിയിട്ട് ശ്രുതിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേ മോളെന്ന് പറയാ. എന്താമ്മേ, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അത് മോളെ, നിങ്ങൾ രണ്ടും പകൽ സമയത്ത് ഇവിടെ ഉള്ള സമയത്തൊക്കെ ഈ കഥ കൊന്ന് അടച്ചിട്ടിട്ട് വേണം ഇരിക്കാനെന്ന് പറയാം. അതിന്തിനിപ്പോ കഥ അടച്ചിടുന്നേ? അല്ല മോളെ, നിങ്ങൾ മാത്രമല്ലോ, ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ എന്ന് പറയാം. അല്ല, അതിനിപ്പം ഞങ്ങൾ കഥ അടച്ചിടാൻ പാകത്തിന് എന്താമ്മേ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴേ വേറെ ചിലർക്കൊന്നും കൂടെ പിടിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി അവർക്ക് ഇങ്ങനെ നല്ലൊരു സൗഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാകുന്നുണ്ടെന്ന് പറയാണ്. ഈ സമയം രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രേവതി കേൾക്കാൻ വേണ്ടി മാത്രമാണ് ചന്ദ്രമതി അത് പറയുകയും ചെയ്തത്. രേവതിക്ക് വല്ലാത്ത സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. അങ്ങനെയൊന്നുമില്ലമ്മേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയണം. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ പുറത്തു വരെ പോയിട്ട് വരാം ശ്രുതി എന്ന് പറയാം. അതെന്താടാ, ഇപ്പൊ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പോന്നെ, എന്നെ കണ്ടില്ലേന്ന് ചോദിക്കാം. അല്ല മതി, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞ. ഇല്ല മോനെ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞോളൂ. അതെ ശ്രുതി, നീ ആ ഫോട്ടോസൊക്കെ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ, ഞാനൊരു ആൽബം ആയി കൊണ്ട് തരാന്ന് പറയാണ്. ഏത് ഫോട്ടോസാ മോളെ? അല്ലമ്മ, എന്റെ ചെറുതിലെ ഫോട്ടോസ് ആണോ? അമ്മേനെയും കൂടെ ഒന്ന് കാണിച്ചേ, അമ്മയും കൂടെ ഒന്ന് കാണട്ടെ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ കാണുക. രേവതി നേരെ എന്ത് ചെയ്യണം, ആ സമയം അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, കാരണം താൻ നിന്നിട്ടും കാര്യമില്ല, തന്നെ ഒന്നും കാണിക്കാൻ പോകുന്നില്ലെന്ന് രേവതിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സമയത്ത് ഓരോ ഫോട്ടോസും കണ്ട് കഴിഞ്ഞപ്പോൾ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, അല്ല മോളെ, ഇതല്ലേ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഫോട്ടോസ് പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ. അല്ല, ചെറുതിലെ മോള് മലേഷ്യയിലാന്നല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെയാ ഇവിടുത്തെ ഫോട്ടോസൊക്കെ വരുന്നേ? പെട്ടു. എന്ത് മറുപടി പറയാൻ ശ്രുതി ഓർത്ത്, ദൈവമേ, അമ്മ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു, എന്തേലും പറഞ്ഞ് തടി തപ്പിയാൽ മതിയാവുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു, അല്ലമ്മ, അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, അല്ല, മലേഷ്യയിലായിരുന്നു, പക്ഷേ എങ്കില് അവിടെ ഒരു ചെറിയൊരു വില്ലേജിലായിരുന്നു, അതുകൊണ്ടാ. അപ്പൊ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാ, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാ അവിടെ, അതുകൊണ്ടാ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കാണുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങള് വലിയ ഇതിലേക്കൊക്കെ പോയത്, വലിയ വീടെടുത്ത് അങ്ങോട്ടൊക്കെ താമസം മാറിയത്. ഓ, അങ്ങനെ വരട്ടെ. ആദ്യം അച്ഛൻ അവിടെ ചെന്നപ്പോ ചെറിയ ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നേ, പിന്നീടാണ് അച്ഛൻ വലിയ കോടീശനായെന്ന് പറയാം. ചന്ദ്രമതിക്ക് വിശ്വാസമായി. പിന്നീട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് ശ്രുതിയുടെ ഒരു ഭരതനാട്യത്തിന്റെ ഒക്കെ ഫോട്ടോ കണ്ടത്. ആഹാ, മോള് ഡാൻസ് കളിക്കുമെന്ന് ചോദിക്കും. കളിക്കുമായിരുന്നു, എന്റെ ചെറുതിലെ കളിക്കുമായിരുന്നു, പിന്നീട് ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോ അതും കൂടെ ഒക്കെ നിർത്തി വെച്ചാ, പിന്നെ പഠിത്തമൊക്കെ കൂടെ ഉപേക്ഷിച്ചെന്ന് പറയാം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഞാനും ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു എന്റെ വീട്ടിൽ വെച്ച്, പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതോടുകൂടി എല്ലാം തീർന്നു പോയെന്ന് പറയണേ. ആന്റി ഡാൻസ് കളിക്കുമായിരുന്നോ? ആഹാ, അത് കൊള്ളാലോ, എന്നിട്ട് ഞാനിതിനായിട്ടും ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. എങ്ങനെ കാണാനാ മോളെ, കല്യാണം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വന്നതോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ചു, കുടുംബമായി കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഒതുങ്ങി കൂടിയെന്ന് പറയാം. അങ്ങനെ ആന്റി പറയരുത്, അങ്ങനെ ഒരിക്കലും നമ്മൾ ഒതുങ്ങി കൂടലെന്ന് പറയാം. എന്റെ മോളെ, ഇനിയിപ്പൊ എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, വയസ്സും പ്രായമൊക്കെ ആയില്ലെന്ന് പറയാം. ആര് പറഞ്ഞു ആന്റിക്ക് വയസ്സും പ്രായമായെന്ന്?
ആന്റിക്ക് ഈ പറയുന്ന വയസ്സും പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. അതിനുള്ളതൊന്നും ആയിട്ടില്ല. ആന്റി ഇപ്പോഴും നല്ല ചെറുപ്പക്കാരിയല്ലേ? ആണോ? പിന്നല്ലാതെ. ആന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം പ്രായമൊന്നും പറയത്തില്ല. കൂടിപ്പോയൊരു 10-40 വയസ്സ്, അതിൽ കൂടുതലൊന്നും പറയില്ല എന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി ഒന്നുകൂടി അങ്ങോട്ട് പൊങ്ങി. പിന്നീട് പറഞ്ഞു, അതെ ആന്റി പ്രാക്ടീസ് ഒക്കെ ചെയ്യണം, ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് പറയാൻ ഇടയ്ക്ക്. അതൊന്നും ശരിയാകത്തില്ല മോളെ, ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ആന്റി, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനെന്താ കുഴപ്പം? ആന്റി ധൈര്യമായിട്ട് കളിക്ക്, ആന്റി 2 സ്റ്റെപ്പ് ഇട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറയും. വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ല, ഞാൻ എല്ലാം മറന്നുപോയെന്ന് പറയാം. ഇങ്ങനെയൊക്കെയല്ല ആന്റി, നമ്മൾ വീണ്ടും ഇപ്പൊ തന്നെ കണ്ടില്ലേ, പ്രായം ഒരു ഘടകമേ അല്ല. നമ്മുടെ ഉള്ളിലൊരു കലാബോധം ഉണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾക്ക് അത് പുറത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ആ വാസന ഒരിക്കലും പോകത്തില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ലോ. പ്രത്യേകിച്ച് ഒരു കലയല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാട്ടിടാം, ആന്റി വന്ന് ഡാൻസ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് സ്റ്റെപ്പ് വെക്കാന്ന് പറയണം. മോളും കൂടും എൻ്റെ കൂടെ നിൽക്കും. ശരി, എന്നാ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയേക്കാന്ന് പറയാണ്. നോക്കുമ്പോൾ അവിടെ മൊത്തം ടേബിളും ചെയറും എല്ലാം കിടക്കുക. പെട്ടെന്ന് ശ്രുതി അതൊക്കെ വലിച്ചു മാറ്റിയാണെന്ന് തുടങ്ങി. വേണ്ട വേണ്ട മോളത് ചെയ്യണ്ട, അത് ചെയ്യാനൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നീട് രേവതിനെ വിളിക്കുകയാണ്. രേവതി ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താമേ, നീ ഈ ചെയറും ടേബിളൊക്കെ അങ്ങോട്ട് മാറ്റിയിടാൻ പറയണേ. രേവതി അതെല്ലാം അങ്ങോട്ട് മാറ്റിയിടുവാണ്. എന്തിനാമേ? അത് നീ അറിയണ്ട എന്ന് പറയണം. രേവതി പിന്നെ ഒന്നും നിന്നില്ല. രേവതി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ശ്രുതി ഫോണിനകത്തൊരു പാട്ട് വെച്ചു. നല്ല അടിപൊളി ഒരു പാട്ട്. അങ്ങനെ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അതിന് സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. അങ്ങനെ രേവതി അടുക്കള പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് കേട്ടതൊക്കെ. അപ്പൊ രേവതിക്ക് ഒരു സംശയം. രേവതി ഒന്ന് നോക്കുമ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. രേവതി കുറെ സമയം നോക്കിയിരുന്നു. അങ്ങനെ അവർ കളിച്ച് തീരുന്നോളം വരെ തന്നെ നോക്കി നിൽക്കുക. രേവതിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കാഴ്ച കണ്ടതും. പിന്നീട് ചന്ദ്രമതി മടുത്തു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അവിടെ ഇരിക്കുക. ഈ സമയമാണ് രേവതി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. രേവതി ചോദിച്ചു, നീ എന്താടി വന്ന് നോക്കി നിൽക്കുന്നത്? എനിക്ക് ഒന്നുമില്ലമ്മേ എന്ന് പറയണം. അതെ, നീ ഒരു കാര്യം ചെയ്യ, കുടിക്കാനായിട്ട് വല്ല ഓറഞ്ച് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ പറയണം. ഓറഞ്ച് ഇല്ല, തീർന്നു പോയി. വേറെ ഒന്നുമില്ല ഇവിടെ കുടിക്കാനായിട്ട്, ഞാൻ ചായ എന്തേലും എടുക്കാം. എന്താണെങ്കിലും എടുത്തോണ്ടോ, മനുഷ്യൻ ദാഹിക്കാൻ തുടങ്ങി, ഇപ്പൊ എടുത്തോണ്ട് വരാൻ പറയണം. അപ്പൊ രേവതി ഭാഗത്തേക്ക് പോകണം. ആ നിപ്പും മട്ടും കണ്ട് നമുക്ക് ഭയങ്കര സങ്കടം വരും. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, കുറെ നാൾ കൂടി ചെയ്തോണ്ടാന്ന് തോന്നേ, ഭയങ്കരമായിട്ട് ദേഹമൊക്കെ അങ്ങോട്ട് ക്ഷീണിച്ചു, കൈക്കും കാലിനൊക്കെ വേദന എടുക്കുന്നുണ്ട്. അത് ആന്റി, നിത്യേന ചെയ്തവൻ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രാക്ടീസും ആയിക്കോളും. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ല വണ്ണമൊക്കെ പോയി നല്ല സ്ലിം ആകാനായിട്ട് സഹായിക്കും. കൊഴുപ്പൊക്കെ പൊക്കോളൂ എന്ന് പറയാ ശരീരത്തുള്ള. ആണോ? അതെ ആന്റി എന്ന് പറയാണ്. അതെ, എന്നാ ശരി, നമുക്കൊന്ന് 2 സ്റ്റെപ്പ് കൂടി ഇട്ടാലോ ശ്രുതിയോട് പറയാം. അതിനെന്താ? അങ്ങനെ വീണ്ടും ചന്ദ്രമതി ശ്രുതിയും കൂടെ ആ പാട്ടിന് ബാക്കി വെച്ച് വീണ്ടും സ്റ്റെപ്പ് ഇടുവാണ്. ആ സമയത്താണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ വന്നപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ടുപേരും. പെട്ടെന്ന് ശ്രുതി കണ്ടു. ശ്രുതി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതി ഇത് കണ്ടില്ല. ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഡാൻസ് നിർത്തിയെന്ന് ചോദിക്കാം. അല്ല പിന്നമ്മേ. അപ്പോഴാണ് രവീന്ദ്രനെ കണ്ടത്. പെട്ടെന്ന് ചന്ദ്രമതി ഒന്നുമില്ലാത്ത പാട്ടിൽ അവിടെ നിൽക്കുകയാണ്. എന്താ ചന്ദ്രേ, നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ബബ്ബ അടിക്കുവാണ്. ആ സമയത്ത് രവീന്ദ്രനെ തോന്നി എന്തോ കള്ളത്തരമുണ്ട്. രവീന്ദ്രൻ അങ്ങോട്ട് കയറി വന്നു. ഈ സമയം ശ്രുതി പറഞ്ഞു, അല്ല അച്ഛനെതിരായിട്ടും പറഞ്ഞില്ല അമ്മ ഇത്രമാത്രം നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. അമ്മയുടെ ടാലന്റ് എതിരായിട്ടും അച്ഛൻ അറിഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, കൊള്ളാം, ഇങ്ങേര് എന്റെ ടാലന്റ് കണ്ടുപിടിക്കാനായിട്ട് നല്ല കഥയായിപ്പോയി. അല്ല, ഇവൾക്ക് എന്ത് ടാലന്റ് ഉണ്ടെന്നാ പറയുന്നത്? അമ്മ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുമെന്ന് പറയാ. ഡാൻസ് കളിക്കാനാ ഇവളാ? ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, എന്റെ മോളെ ആരോടാ ഇത് പറയണേ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ട് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങളാ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ഇങ്ങേരുടെ കൂടെ ഞാൻ താമസിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന് ഇങ്ങേര് മനസ്സിലാക്കിയിട്ടില്ല. ഇന്നലെ കയറി വന്ന മോൾ ഇത് കണ്ടുപിടിച്ചല്ലോ എന്ന് പറയാ. രവീന്ദ്രൻ പറഞ്ഞു, അതെ, ഇവളുടെ ഡാൻസ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പിന്നെ ഇവൾ ആടെന്ന് കണ്ടിട്ടുണ്ട്, എല്ലാവരുടെ മുന്നിൽ നിന്ന് ഉറഞ്ഞു തുളുന്ന കണ്ടിട്ടുണ്ട് ദേഷ്യം വന്നു കഴിയുമ്പോൾ. ചന്ദ്രമതി പറഞ്ഞു, നിങ്ങൾക്ക് അതൊക്കെയല്ല അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ലോ എന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അല്ല നിനക്കിപ്പോ എന്തിന്റെ കേടാ ചന്ദ്രേ? നീ വയസ്സനാം കാലത്ത് എന്ത് പരിപാടി കാണിക്കണം നിൽക്കും? അതെ, എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പറയാം. ശ്രുതി പറഞ്ഞു, അതിനിപ്പോ എന്താ വെച്ചാ, ഇന്നത്തെ കാലത്ത് പ്രായമൊന്നും ഒരു ഘടകമേ അല്ല. ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ ആണ്ട് കളിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? ഇവള് ഡാൻസ് കളിക്കാനാ? നല്ല കഥയായിപ്പോയി. ഇവൾ ഡാൻസ് കളിച്ച് ആരെങ്കിലും കാണാൻ വേണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾ കാണുമൊന്നും വേണ്ട, എനിക്ക് കാണാനായിട്ടും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴും ഒരിതുണ്ട്, നിങ്ങൾ മാത്രം എന്തോ വലിയ സംഭവമാണ്, വേറുള്ളവര് ഒന്നും അല്ല എന്നുള്ളത്. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, ഞാനങ്ങനെയൊന്നും പറഞ്ഞല്ലോ. ചന്ദ്രമതി പറഞ്ഞു,
ഇങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങേർക്ക് ഭരതനാട്യം എന്താ ജതി എന്താ ഒന്നും അറിയത്തില്ല. ഇങ്ങേർക്ക് ആകെ പാടെ അറിയാവുന്നൊരു കാര്യം ബസ് ഓടിക്കാനായിട്ടും ബസ്സിന്റെ ഓണടി ശബ്ദം അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അതെ നീ അത്ര ചെറുതാക്കുമൊന്നും വേണ്ട. ആ ബസ് ഓടിക്കുന്നോണ്ടായിരുന്നു ഇത്രയും കാലം നമ്മൾ കഴിഞ്ഞിരുന്നേ. ഇപ്പോഴാണ് ഞാൻ റിട്ടയർ ആയത്. ആ ഒരു ബോധം നിനക്ക് വേണമെന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നേ. രേവതി വന്നിട്ട് അവർക്ക് കുടിക്കാനായിട്ട് ചായ കൊണ്ട് കൊടുക്കുവാണ്. പിന്നീട് രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛന് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ, ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ട മോളെ, ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു, അവിടുന്ന് കുടിച്ചെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന വർഷ ശ്രീകാന്തിനെ വിളിക്കുവാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട്, ശ്രീ ഇവിടം വരെ ഒന്ന് വരുമോന്ന് ചോദിക്കുകയാണ്. എങ്ങോട്ടാ? അതെ അത്യാവശ്യമായിട്ട് കാര്യമുണ്ട്. അതെന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പോൾ നേരത്തെ വിശന്നോ? ഫുഡുമായിട്ട് വരണോന്ന് ചോദിക്കുകയാണ്. വേണ്ട വേണ്ട, ഫുഡായിട്ടൊന്നും വരണ്ട, ഇത് വേറൊരു കാര്യമാണെന്ന് പറയണം. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ട. ശരി, എവിടെയാ നിൽക്കുന്നു പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണം. കാരണം വർഷ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വർഷയുടെ വണ്ടി ഒന്ന് കേടായിപ്പോയി. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തു. എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയ്ക്ക് ചെല്ലുവാൻ വേണം. സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും അവര്. ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം നിൽക്കുവാണ്. കുറെ സമയം നോക്കി നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടിയില്ല. അതാണ് ശ്രീകാന്തിനെ വിളിച്ചത്. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെ വണ്ടി ഒന്ന് പണി തന്നു, വണ്ടി ഇന്ന് ഈവനിങ്ങിലേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അത്യാവശ്യം സ്റ്റുഡിയോ വരെ പോകണം. അല്ല ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ലേ? കുറെ സമയം നോക്കി നിന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. അല്ല എന്താ പിന്നെ എന്നെ വിളിച്ചത്? അല്ല പിന്നെ എന്റെ ഫ്രണ്ട് നീയാണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചാന്ന് പറയണം. ആണോ? അല്ല നിനക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേന്ന് ചോദിക്കുക. എവിടെ? എനിക്ക് അതേ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഈ ഫ്രണ്ട്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിലേ വളരെ ബുദ്ധിമുട്ടാന്നേ. അവരിടയ്ക്ക് വിളിക്കുമ്പോൾ അവിടെയൊക്കെ പോകണം. പിന്നെ അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്കുള്ള ആകെ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് നീ മാത്രമേ ഉള്ളൂ. നീ ഒരാൾ മാത്രം മതി. നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് മതിയില്ലെന്ന് ചോദിക്കാം. അല്ല ഞാൻ വിളിച്ചപ്പോ എന്തിനാ നീ ഓടി വന്നല്ലോ? നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ അങ്ങനെ വന്നേന്ന് ചോദിക്കും. ആണോ? അതെ ഞാൻ നീ വിളിച്ചെങ്കിലല്ല, ആര് വിളിച്ചാലും ഞാൻ പോന്ന് പറയണം. ഓ ആര് വിളിച്ചാലും പോവോ? വേറെ ഏത് പെണ്ണ് വിളിച്ചാലും പോവോന്ന് ചോദിക്കുകയാണ്. വേറെ ഏത് പെണ്ണെന്ന് വിളിച്ചാ പോവെന്ന് പറയാം. ആഹാ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണെന്നല്ല ആണെന്നല്ല ആര് വിളിച്ചാലും ഞങ്ങൾ ഓടിച്ചെല്ലും. അതിനിപ്പം നീ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. അതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, ബാ നമുക്ക് പോകാം, എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ടെന്ന് പറയണം. എന്നെ ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ ശ്രീകാന്തിന്റെ ബൈക്കിന്റെ പുറകെ ശ്രുതി കയറുവാണ്. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പോവാണ്. ശ്രുതിയല്ല വർഷ കയറുവാണ്. അവർ രണ്ടുപേരും കൂടെ പോവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ജോളിയായി പോകുന്ന സമയത്താണ് വർഷയുടെ അമ്മ ആ കാഴ്ച കാണുന്നത്. ഏതോ ഒരു പയ്യന്റെ ബൈക്കിന് പുറകിൽ വർഷ കയറി പോന്നു. പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് കാണിച്ചു, അച്ഛനെ വിളിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, എങ്ങും നോക്കും മനുഷ്യ, ഇത് നമ്മുടെ മോളല്ലേ പോണേ നോക്കിയോ. ഇതെല്ലാം നോക്കി ശരിയാണല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളെ പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് കെട്ടിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ കണ്ടില്ലേ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പുറകെ കയറി പോകുന്നത്. നാണം ഉണ്ടോ അവക്ക്? എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ നിങ്ങൾ അവളെ ഈ വഷളാക്കി ഇങ്ങനെ വിട്ടേന്ന് പറയാണ്. ഇപ്പൊ തന്നെ നമുക്ക് അവളുടെ അടുത്ത് പോകണം, അവളോട് പോയി ചോദിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഇത് എന്ത് പരിപാടിയാ? നീ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തുള്ളിയിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ അങ്ങ് അവളോട് അങ്ങനെ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ അത് അംഗീകരിച്ചു തരും തോന്നുന്നുണ്ടോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ അവളുടെ അടുത്ത് പോകണം, അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അവളെയൊക്കെ എത്രയും പെട്ടെന്ന് അവളെ കെട്ടിച്ചു വിടാനുള്ള പരിപാടികൾ നോക്കണം. അവളുടെ കാമുകനാന്ന് തോന്നേ, അവൻ്റെ ഒപ്പമാണെന്ന് തോന്നുന്നു അവള് ചുറ്റി അടിക്കുന്നത്. എന്റെ ഭഗവാനെ, ഇതെങ്ങാനും നമ്മുടെ ആരെങ്കിലും ബന്ധുക്കാരോ വീട്ടുകാരോ കണ്ട അതോടുകൂടി തീർന്നു പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന രേവതിയുടെ സച്ചിയുടെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.